വർക്കാവോ? അവർക്ക് ഒരു കറുത്ത സാധനം ഹെഡ് എന്നാ വലിയ ഹെഡായത് ഹെഡേ. ഇങ്ങോട്ട് വെച്ചാൽ കേൾപ്പിക്കണോ? കേൾപ്പിക്കണം. അതിൻ്റെ എല്ലാം വീഡിയോ എടുക്കണ്ടേ? വീഡിയോ എടുക്കാം. കണ്ണാടി എന്ന് വെച്ചോട്ടെ. കണ്ണാടിയൊക്കെ എടുത്തു. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കുറച്ച് എന്നെക്കാളും പ്രായമുള്ള കുറച്ച് മുത്തച്ഛന്മാരുള്ള വീട്ടിൽ വന്ന കുറേ മുത്തച്ഛന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. അവർ ഓരോരുത്തരെ ആയിട്ട് പരിചയപ്പെടുത്താം. ചിലർ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ക്ഷീണിതരായിട്ടിരിക്കുന്നു, ചിലർ ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ടിരിക്കുന്നു, ചിലർ ഇപ്പോഴും നല്ല ചെറുപ്പക്കാരായിട്ട് ഓടി നടക്കുന്നു, നല്ല അധ്വാനിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ ആയിട്ട് കാണാം. ഇത് രവിചേട്ടനാണ്, നമ്മുടെ സുഹൃത്താണ്, BSNL ജോലി ചെയ്തിരുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ കളക്ഷൻസാണ് ഇത് മൊത്തം. ഹായ് രവിചേട്ടാ, ആദ്യത്തെ ഒരു സാധനം നമുക്ക് കാണിക്കാം. ഇത് എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും? ഇത് 76 ഇറങ്ങിയതെന്നാണ്. 69. ഞാൻ 1969 ഉണ്ടായത്. അപ്പോൾ 76 എന്ന് പറയുമ്പോൾ എനിക്ക് 7 വയസ്സുള്ളപ്പോൾ ഉള്ള സാധനം. അതൊക്കെ അക്കായി ആണോ? അക്കായിയുടെ ഒറിജിനൽ ജപ്പാൻ അക്കായി. ഇപ്പൊ കമ്പനി ഇല്ല. കമ്പനി അന്യം നിന്ന് പോയി. ഇതാണ് പുള്ളി തന്നെ പറയും സ്പൂൾ എന്ന് പറയും. സ്പൂളെന്നും പറയും, റീൽ ടു റീൽ എന്നും പറയുന്നുണ്ട്. അതെ, കൂടുതൽ സ്പൂൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ കാസറ്റിന്റെ വലിയ രൂപം, കുഞ്ഞ് ഹോം കാസറ്റ് നമുക്ക് വരുന്നതിന് മുമ്പ് മുൻഗാമിയായിട്ട് വരിക. അതെ, ഇവനാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് കുഞ്ഞു കാസറ്റ് ഉണ്ടായത്. നമ്മൾ ആദ്യത്തെ കാസറ്റ് ഇതാ. ഈ സ്പൂളിനെയാണ് നമ്മൾ കുഞ്ഞ് കാസറ്റാക്കി, അതായത് ഇതുപോലെ, ഇതാണ് കാസറ്റ്, ഇതുപോലെ കാസറ്റാക്കി നമ്മൾ മാറ്റിയത്. ഈ സ്പൂളിന്റെ ഈ റീല് തന്നെയാണ്, ഇത് കണ്ടോ, ഈ റീല് തന്നെയാണിത്. അതിനെ കാസറ്റാക്കി മാറ്റിയെന്നുള്ളൂ. അത് 2 കാസറ്റ്, ഈ 2 സ്പൂളും ഒരു പെട്ടിക്കകത്താക്കുന്നു. ഇത് ഇങ്ങനെ റീലായിട്ട് ചുറ്റി. നമ്മുടെ സിനിമ പിടിക്കുന്ന പണ്ടത്തെ സിനിമ ഇതുപോലെ റീലായിരുന്നു. ഇപ്പോഴല്ലേ ഡിജിറ്റൽ സിനിമ ഒക്കെ വന്നേ. അതായത് ഇലക്ട്രോണിക്സ് വന്ന വഴികളാണിത്. ഒരു സുപ്രഭാതത്തിൽ ഈ ഡിജിറ്റൽ ടെക്നോളജിയും കാര്യങ്ങളും ഒന്നും വരുമല്ല ചെയ്തത്. ഇത് ഒത്തിരി വർഷത്തെ, ഒത്തിരി ആൾക്കാരുടെ അധ്വാനത്തിൻ്റെ, ഒത്തിരി കമ്പനികളുടെ അധ്വാനത്തിൻ്റെ, കണ്ടമാനം ആൾക്കാരുടെ സഹനത്തിൻ്റെ വഴിയിലാണ് ഇന്ന് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും ഈ സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട്. പ്രീ എന്ന് പറഞ്ഞാൽ പ്രീ ഔട്ട്പുട്ട്. പ്രീ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. അതിന് ആംപ്ലിഫയർ ഉണ്ടെങ്കിലല്ലേ പ്ലേ ആവുള്ളൂ, ഒച്ച കിട്ടുള്ളൂ. ഏത് ആംപ്ലിഫയറും പ്രീ ഔട്ടിന് ഉപയോഗിക്കാം. അയ്യോ, ഇന്ന് ഇറങ്ങിയത് ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവമേ. കുഴപ്പമില്ല, നമുക്ക് ഇന്നൊരു ചെറിയ ഇതാക്കി നിർത്താം. അടുത്ത ബാക്കി നല്ല വെളിച്ചത്ത് വെച്ചെടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ബിയുടെ മേടിച്ചതാ സ്പൂളോ പാട്ടാ. ഓക്കെ, മാക്സിലിൻ്റെ ഇത് കണ്ടോ, പഴയ മാക്സിൽ എന്ന് പറഞ്ഞ കമ്പനി, TDK മാക്സിലൊക്കെ ഇത് സ്പൂൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്പൂള്, പഴയ സ്പൂളാ. നസീറിൻ്റെയും നമ്മുടെ സത്യമാഷിൻ്റെയും ഒക്കെ സിനിമയിലെ പാട്ടുകളാണ്. ഇതേത് പാട്ടാണ്? മലയാളം ഫിലിം സോങ്സ് 1960 തൊട്ട് 70 വരെ. കോപ്പി ഫ്രം 78 RPM. എന്ത് കഷ്ടപ്പെട്ടാ മക്കളെ ഒരു പാട്ട് പറഞ്ഞാലോ. നമ്മള് പൊങ്ങച്ചൊരു രീതി ആയതുകൊണ്ടായിരിക്കും പറയാൻ. അല്ല, അതൊന്നും കുഴപ്പമില്ല. മോണോയാണ്, മോണോ കേട്ടോ. മലയാളം ഫിലിം സോങ്സ് 1960 തൊട്ട് 70. സ്റ്റീരിയോ കണ്ടുപിടിക്കുന്നത് അത് സ്റ്റീരിയോ ആണ് താനും. ഈ സ്പൂള് മോണോയാണ്, മോണോ സ്പൂളാണിത്. എന്തുമാത്രം കഷ്ടപ്പെട്ടാ പണ്ടൊരു പാട്ട് കേട്ടോണ്ടിരുന്നറിയോ? അതുകൊണ്ടോ പൊളിക്കാത്ത അല്ലേ?
ഓക്കെ. കൊണ്ടുവന്നോളൂ, പാട്ട് കേട്ടിട്ടല്ലേ. ഒരു തവണ എങ്ങാണ്ട് കേട്ടിട്ട് ഒട്ടിച്ച് വെച്ചതാ. എൻ്റെ നഖം മുഴുവൻ വെട്ടിക്കളഞ്ഞിരിക്കുക. ഏ എൻ്റെ നഖം ഞാൻ സൂക്ഷിച്ച് വെക്കുന്ന, പക്ഷേ ഞാൻ ഇപ്പോൾ വെട്ടിക്കളഞ്ഞിരിക്കുക. ആ ഇതല്ലേ ശിഖര? അത് കേട്ടോ, ബെല്ലടിക്കുന്ന വരുത്തേണ്ടിരുന്ന. എടുക്കുക. എനിക്ക് നല്ല വെട്ടത്തിൽ ഇതൊക്കെ വെച്ച് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. കാണാൻ പാടുണ്ടോ? എന്നാ. വെളിച്ചത്ത് എടുക്കാം. എന്നാ സ്പൂള്. ഇത് മാഗ്നറ്റ് അല്ലേ? മാഗ്നറ്റിക് സ്പൂൾ അല്ലേ ഇത്? അതെ അതെ. അതിനാ വെള്ള നിറമാണോ അതിന്? അല്ല, അത് കുറച്ച് ഇതായാലൊന്ന് ചുറ്റാൻ ഉള്ളത്. നീ പിടിച്ചോ ചുറ്റുന്നു. മറ്റേ മാഗ്നറ്റ് മറ്റേ ബ്ലാക്ക് തന്നെയാ അല്ലേ? അതെ അതെ. ഞാനും വാൽവ് റേഡിയോയ്ക്ക് ശേഷമുള്ള മെക്കാനിക്കാണ്. എന്നാലും അറിയാമല്ലോ. കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അധികമൊന്നും ഞാൻ വാൽവ് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ട്രാൻസിസ്റ്റർ ആയപ്പോൾ തൊട്ടുള്ള ആളാണ് ഞാൻ. ഞാനിത് പഠിച്ചതൊന്നുമല്ല സാറേ. നമ്മുടെ വീട്ടിലും ട്രാൻസിസ്റ്റർ ആണ് ആദ്യത്തെ റേഡിയോ. അറിയുള്ളവർ പിന്നെ അതിൻ്റെ ഇതൊക്കെ മേടിച്ചു വെച്ചു. അതിപ്പോൾ അത് ചെയ്യുന്ന നോക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത് നിസ്സാരമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ കേട്ടോ. അത് ഓരോ കാലഘട്ടത്തിന്റെ മാറ്റമല്ലേ. ഇത് ആദ്യം ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നതല്ലേ ഇത്. ഇതിപ്പോൾ ഒത്തിരി വർഷങ്ങളുടെ ഒത്തിരി എല്ലാ കാര്യങ്ങളും കൂടെ കൂട്ടിയല്ലേ ഇപ്പം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വന്നതോടുകൂടി ആണല്ലോ കാര്യങ്ങൾ മാറി. അതെ അതെ. ഈ സ്പൂളിന് പ്രതീക്ഷയല്ല, ഞാനിത് റെഡിയാക്കി എല്ലാം വെച്ചേന്. ഈ സ്പൂളിനെ വലിയ പൈസ ആണോ മേടിക്കാൻ ഇപ്പോൾ? വിലക്ക് മേടിക്കുകയാണല്ലോ. ഇതിനൊരു 25-27 രൂപയോളം മാർക്കറ്റുണ്ട്. 27,000 രൂപയോ? ഈ സാധനത്തിന് അല്ലെങ്കിൽ റീലിന്? റീലിന് 1,500 രൂപ കൊടുത്താൽ. 1,500 രൂപ കൊടുത്താൽ ഇത് മേടിച്ച മാക്സിൽ. ഇത് 1,500 ജനിച്ച് 1969 നദി 1967, 67, 1967 എറണാകുളത്തുള്ളൊരു കക്ഷി ഇവിടെ മേടിച്ചതാ. ജയിൽ 1966. യേശുദാസ്, സുശീല, ജാനകി. ഇല്ലില്ല, പുള്ളി തന്നെ ചെയ്തോളൂ. അതൊക്കെ പുള്ളി തന്നെ ചെയ്യണം. അതൊന്നും ഒരാൾക്ക് ഏൽപ്പിക്കാനില്ല ജിൻസി. അതതിൻ്റെ ആ മട്ടത്തിന് വീഴണം. അത് സെറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്നാവും. ഈ ടേപ്പ് പൂത്ത് പോയിരിക്കാനാണ് എടുത്ത് വെക്കുന്നത്. 5-6 മാസമായി ഇവനെ ഉപയോഗിച്ചിട്ട്. 5-6 മാസമായി ഇവനെ ഒന്ന് എടുത്ത് ഉപയോഗിച്ചിട്ട്. അത് ഫുള്ള് നിൽക്കുകയാണ്. അതാ നീഞ്ഞ മാർക്കോടി ജിൻസി. ഇനി കുഴപ്പമില്ല, ഇനി കുഴപ്പമില്ല.
അങ്ങനെ കാസറ്റ് അതെ തന്നെ ഇങ്ങനെ തന്നെ ഒരു പിഞ്ച് റോളറും ഒരു കെഡും ഒക്കെ ആയിട്ടാണ്. ഓ അത് കൂടുതൽ ചുറ്റുണ്ട് അതല്ലേ. ആ പിന്നെ ഇതിൻ്റെ ഒരു അടപ്പൂലുണ്ട് കേട്ടോ. മറിക്കും. ഇതൊക്കെ ഓരോരുത്തർക്ക് കാശ് കൊടുത്ത് മേടിച്ച് വെച്ചതാണ് അതൊക്കെ. ആ പൈസ ഒത്തിരി വീട്ടുകാർക്ക് അറിയത്തില്ല. ഇവക്ക് ആദ്യം എതിരായിരുന്നു ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിന്. ആണോ? ഇപ്പൊ പുള്ളിക്ക് ഈ നാട്ടുകാര് ആ. ഇതിന്റെ ഇൻട്രസ്റ്റ് കണ്ടപ്പോ പുള്ളിക്ക് ഇപ്പൊ മനസ്സിലായതിന്റെ ഒരു വാല്യൂ. ആ അത് ശരി. ഇതൊക്കെ ഒരു ശാസ്ത്രമാണ്, ഈ ലോകത്തിന്റെ വളർച്ചയുടെ ശാസ്ത്രം. അതല്ലേ ചിലർക്ക് വരെ എനിക്ക് ആക്രി പറക്കി അടക്കുവാണ്. ഇതിൻ്റെ ഇങ്ങാർക്ക് അത് പറയാം. എന്നാലും കാണും, നല്ല പഴക്കമുണ്ട്. വഴക്കമുണ്ട്. നോക്കി ഇത് പിന്നെ നാട്ടിലോ പൈനിയർ. പലതിരിക്കുന്നോണ്ടല്ല. ആ പൈനിയർ നാഷണലൊക്കെ ഒരു 50 വർഷം. ആ ആ മേളിൽ കാണുന്ന സ്പീക്കറാണോ? എന്തോ ആ മേളിലിരിക്കുന്ന സ്പീക്കറാ. JVC-യുടെ അതെ അതെ. നല്ല എഫക്ട്. ഒരു സ്പീക്കറോ ഉള്ളോ? ഒരെണ്ണം ഇപ്പറേ ഇരിക്കുക, ഇപ്പറേ ഇതിനകത്ത്. ഓക്കെ. ഇവിടെ 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 കുട്ടിക്കും അതന്നെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് കാണിക്കും. കാണാൻ നല്ല വെട്ടമുണ്ടോ? കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ ഭയങ്കര ഇടി നിർത്തിയാക്കട്ടെ. നിർത്തിയാക്കാം, നിർത്തിക്കോ. മതി. ഏ ആ 51 ഇത് പാടുന്നുണ്ടോ ഇപ്പൊ? അത് പിന്നെ അവർക്ക് ഉണ്ട്. നോർമലാ. ആ ഓർമ്മ. ഇത് എപ്പം മറ്റേ വെച്ചിരിക്കുക. എൻ്റെ കാസറ്റ് പേടിയാല. ആ. ഞാനിവിടെ പെൻഡ്രൈവ് പിടിപ്പിച്ചു. ആണോ? ആ ഞാനത് പെൻഡ്രൈവ് പിടിപ്പിച്ചപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല, അവിടെ വെച്ചിരിക്കുക. നല്ല സൂപ്പർ സാധനം, സൂപ്പർ സാധനം. RX 50 ഇപ്പം ഉണ്ടായിരുന്നു എനിക്ക് പണ്ട്. ആ. അതായിരിക്കും, അത് കണ്ടോ? അത് 51 തന്നെയാണ്, അതെ, അതെ, അതെ. സെയിം തന്നെ. പക്ഷെ അതിന്റെ വീടിന്റെ ഇത്രയും ഈ ഫ്രിഡ്ജ് ഓൺ ആയാല് ആ. നോയ്സ് വരും. സാറിന് ഭയങ്കര ബുദ്ധിയാ. അടുക്കള കൊണ്ടാന്ന് വെച്ചാ ഇത് കേടാകേലെന്നറിയാം. ആവി അടിച്ചിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ആ. ഇത് പിടിക്കും, പുക പിടിക്കും. ഓ, അടുപ്പിച്ച് കത്തിച്ച്. ആ. പിന്നെ ഈ പലക ഇത് അറിയാമല്ലോ. വോളിയം കുറവാ. കുറവാണ്. വേറൊരുത്തിന്റെ കൊടുത്തില്ല. ശരിയാണ്, ഞാൻ എടുത്തുകൊണ്ട് ഉള്ളത് ശരിയായാലെന്ന് പറഞ്ഞു. ശരിയായെന്ന് പറഞ്ഞില്ല, ആ. ശരിയാക്കി തന്നില്ല. ഓക്കെ. അതെന്നാ വെച്ചാൽ വോളിയം കാസറ്റാ കുറവാ. കാസറ്റാ കഥ അറിയാം. വോളിയം കുറവാന്നേ ഉള്ളൂ. ആ. റേഡിയോയും ഇതെല്ലാം വരയ്ക്കുക തീർത്ത് വോളിയം കുറവാണ്. നോക്കാം. ആംപ്ലിഫയറിന് പവർ കാണില്ല. അതാ പവറില്ല. ഞാൻ ഇങ്ങനെ വെച്ച പണിയല്ല ഉള്ളത്. അത് പറയാം. IC അല്ലേ? ആ
ആയിസിയല്ലേ അത് ചൂടിച്ചില്ല തട്ടി കിട്ടും. ഇതും നല്ലൊരു സെറ്റായിരുന്നു. ആ പക്ഷെ അത് വർക്കിംഗ് അല്ല. ആ വർക്ക് ചെയ്യണമെന്നൊന്നും ഇല്ലെന്നേ. ആ ഇത് തന്നെ കാണുന്നത് തന്നെ നമുക്കൊരു സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ. ഇത് പ്രകൃതിക്ഷോഭമാണോ അതുകൊണ്ട് ഇവിടെ നിർത്താം. ഇത് കണ്ടല്ലോ, ഇടിയും വെട്ടി മഴയാണ്. നിങ്ങളെ ഇതെല്ലാം കാണിക്കാന്ന് ഓർത്ത് മുത്തച്ഛന്മാരെയൊക്കെ വിളിച്ചുണർത്തിയപ്പോഴത്തേക്കും എന്നാന്നറിയത്തില്ല, പ്രകൃതി ശോഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുത്തശ്ശന്മാര് വന്നപ്പോഴത്തേക്ക് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അടിപൊളി സംഭവങ്ങളാണ്. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അടിപൊളി സാധനങ്ങൾ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ പിടിച്ചിരും. ഓക്കെ. ഏതാ ഇതൊരു മാസം 31 ദിവസം കഴിഞ്ഞ് കൊടുത്താണ്. 31 ദിവസം കഴിഞ്ഞ് കീ കൊടുത്താൽ മതി. ഡേ ആൻഡ് നൈറ്റ് അത് എഴുത്തുണ്ടോ? ഓ, ഡേ ആൻഡ് നൈറ്റും ഉണ്ട്. എല്ലാം ഇരുട്ടാണ്, മഴ ആയതുകൊണ്ട് ഇരുട്ടാണ്. വെളിച്ചത്ത് അടുത്ത ആഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്ത ക്ലോക്ക് ഇതിനെ കൂടെ കാണിച്ചു. നന്നാക്കാൻ കൊടുത്താൽ പിള്ളേർ കൊണ്ടുപോയി 2 ദിവസം കഴിഞ്ഞോട്ടൊക്കെ പറഞ്ഞു. നന്നാക്കി വെച്ചിരിക്കുന്ന. നന്നാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ രവിചേട്ടന് ഇച്ചിരി നന്നാക്കും കൂടെ ഉണ്ട്. അതെ അതെ അതെ, ക്ലോക്ക് ഉണ്ട്, നമുക്ക് നന്നാക്കാം. ഇതുകൊണ്ട് ക്ലോക്കൊക്കെ വീട്ടിലിരുന്ന് അതിൻ്റെയൊക്കെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ, പലർക്കും അറിയത്തില്ല. ആക്രിക്ക് എടുത്ത് കൊടുക്കും. പത്രത്തിൽ വന്ന വാർത്തകളാണ് അതിനെ കുറിച്ച്. വായനശാലയിൽ എല്ലാം വെച്ചു അവർ ഇട്ടതാ. ഓക്കെ ഓക്കെ. മറ്റൊരു ദിവസം വന്ന് വിശദമായിട്ട് എല്ലാ സെറ്റുകളും 3-4 മുറി നിറച്ച് സെറ്റിരിപ്പുണ്ട്. ഓരോ സെറ്റും എടുത്ത് നമുക്ക് പരിചയപ്പെടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, ഒരു ലൈക്ക് അടിച്ചേരെ. താങ്ക് യു.